ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ കഥയുടെ പേര് ദ മിസ്റ്റീരിയസ് ഗാർഡൻ. മിസ്റ്റീരിയസ് എന്ന് വെച്ചാൽ ദുരൂഹമായ, ഗാർഡൻ പൂന്തോട്ടം. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്താ നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, അന്ന ഒരു ചെറിയ പട്ടണത്തിൽ താമസിക്കുന്നു. അപ്പോൾ ഇതൊരു പ്രസൻറ്റ് ടെൻസ് ആണ്. അപ്പം നമുക്കിത് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. അന്ന ഒരു ചെറിയ പട്ടണം. അപ്പോൾ ഒരു ചെറിയ പട്ടണം എന്ന് വെച്ചാൽ എന്താ? എ സ്മോൾ ടൗൺ. ചെറിയെന്ന് പറഞ്ഞാൽ സ്മോൾ, പട്ടണം എന്ന് വെച്ചാൽ ടൗൺ. താമസിക്കുകയുടെ ഇംഗ്ലീഷ് വേർഡ് എന്താ? ലീവ് നമുക്ക് പറയാം, ലീവ്. അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതാം? അപ്പോൾ ഇതൊരു, ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇതൊരു പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമ്മൾ ഈ കഥയിൽ പോയിൻറ്റ് വൈസ് ആയിട്ടാണ് നമ്മൾ ഓരോരോ പോയിൻ്റായിട്ടാണ് ഇതിൻ്റെ കഥ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ചിലപ്പോൾ 2-3 സെൻറ്റൻസ് സെയിം ടെൻസ് ആയിരിക്കും, പിന്നെ അടുത്തത് വേറൊരു ടെൻസ് ആയിരിക്കും. അപ്പോൾ മിക്സഡ് ടെൻസ് ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതെങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഈ സെൻറ്റൻസ്, അന്ന ഒരു ചെറിയ പട്ടണത്തിൽ താമസിക്കുന്നു. അപ്പോൾ എങ്ങനെ എഴുതാം? അന്ന ലീവ്സ് ഇൻ. അപ്പോൾ ഇവിടെ എന്താ ലീവ്സ് വന്നത്? കാര്യം ഞാൻ പറഞ്ഞു ഇതൊരു പ്രസൻറ്റ് ടെൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ലീവ്സ് വന്നു. അപ്പം സാധാരണ നമ്മൾ ലീവ്, താമസിക്കുകയുടെ ഇംഗ്ലീഷ് വേർഡ് എന്താ? ലീവ്. പക്ഷെ ഇവിടെ ലീവ്സ് വന്നു. അന്ന ലീവ്സ് ഇനി എവിടെ താമസിക്കണേ? ചെറിയ, സ്മാൾ ടൗൺ. പട്ടണം എന്ന് വെച്ചാൽ എന്താ? ടൗൺ. അന്ന ലീവ്സ് ഇൻ സ്മോൾ ടൗൺ. അന്ന ഒരു ചെറിയ പട്ടണത്തിൽ താമസിക്കുന്നു. അപ്പോൾ നമുക്ക് സെക്കൻഡ് പോയിന്റ് പഠിക്കാം. അപ്പോൾ സെക്കൻഡ് പോയിന്റ് എന്താ? അവൾ എല്ലാ ദിവസവും നടക്കാൻ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ഇതും ഒരു പ്രസൻറ്റ് ടെൻസ് ആണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? അവൾ എന്ന് വെച്ചാൽ എന്താ? ഷീ. എല്ലാ ദിവസവും, എവ്രി ഡേ. നടക്കുകയുടെ ഇംഗ്ലീഷ് വേർഡ് എന്താ? വാക്ക്. ഇഷ്ടപ്പെടുകയ്ക്ക് നമുക്ക് ലവ് എന്ന് പറയാം, നമുക്ക് ലൈക്സ് എന്ന് പറയാം. ലവ്സ്, ലൈക്സ് പ്രസൻറ്റ് ടെൻസ് ആയതുകൊണ്ടാണ് ലവ്സ്, ലൈക്സ് ഞാൻ പറഞ്ഞത്. അപ്പം എങ്ങനെയാ? അവൾ എല്ലാ ദിവസവും നടക്കാൻ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഷീ ലവ്സ്. ഇഷ്ടപ്പെടുക, ഷീ ലവ്സ്. അപ്പോൾ ഇത് പ്രസൻറ്റ് ടെൻസ് ആയതുകൊണ്ടാണ് ഇവിടെ ലവിൻ്റെ കൂടെ എസ് വന്നത്. അപ്പോൾ ഷീ ലവ്സ് വാക്കിംഗ്. അടുത്തത് ING ഫോം. ഷീ ലവ്സ് വാക്കിംഗ്. എപ്പോഴാ? എവ്രി ഡേ. അവൾ എല്ലാ ദിവസവും നടക്കാൻ ഇഷ്ടപ്പെടുന്നു. ഷീ ലവ്സ് വാക്കിംഗ് എവ്രി ഡേ. അപ്പോൾ ഇതാണ് സെക്കൻഡ് പോയിന്റ്. നമുക്ക് തേർഡ് പോയിന്റ് നോക്കാം. ഇന്നലെ അവൾ നദിക്ക് സമീപം ഒളിഞ്ഞിരുന്ന ഒരു തോട്ടം കണ്ടെത്തി. അപ്പോൾ ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. കഴിഞ്ഞ കാര്യമാണ് പറയണത്, കണ്ടെത്തി. അപ്പം നമുക്കിതിനെ എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഇന്നലെ എന്ന് വെച്ചാൽ എന്താ? യെസ്റ്റർഡേ. അവൾ ഷീ. നദി എന്ന് വെച്ചാൽ റിവർ. സമീപം നിയർ. ഒളിഞ്ഞിരിക്കയുടെ ഇംഗ്ലീഷ് വേർഡ് ഹിഡൻ. ഒരു തോട്ടം എന്ന് വെച്ചാൽ എ ഗാർഡൻ. കണ്ടെത്തുകയുടെ ഇംഗ്ലീഷ് വേർഡ് എന്താ? ഫൈൻഡ്. അപ്പം നമുക്കിത് എങ്ങനെ എഴുതാമെന്ന് നോക്കാം ഇംഗ്ലീഷിൽ. യെസ്റ്റർഡേ എന്ന് വെച്ചാൽ ഇന്നലെ. ഷീ ഫൗണ്ട്. അപ്പോൾ ഇവിടെ എന്താ ഫൗണ്ട് വന്നത്? ഫൈൻഡിൻ്റെ പാസ്റ്റ് ഫോമാണ് ഫൗണ്ട്. കാര്യം ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആയതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഫൗണ്ട് എഴുതിയത്. ഷീ ഫൗണ്ട്. എന്താ ഫൗണ്ട് ചെയ്തത്? എ ഹിഡൻ ഗാർഡൻ. ഹിഡൻ എന്ന് വെച്ചാൽ എന്താ? ഒളിഞ്ഞിരിക്കുന്ന തോട്ടം. ഗാർഡൻ എന്ന് വെച്ചാൽ തോട്ടം. എവിടെയാണ് കണ്ടെത്തിയത്? നിയർ, സമീപം. നിയർ എന്ന് വെച്ചാൽ സമീപം. നിയർ ദ, എവിടെ? റിവറിൻ്റെ സമീപത്ത്. അപ്പം എന്താ നമ്മൾ പറയേണ്ടത്? യെസ്റ്റർഡേ ഷീ ഫൗണ്ട് എ ഹിഡൻ ഗാർഡൻ നിയർ ദ റിവർ. ഇന്നലെ അവൾ നദിക്ക് സമീപം ഒളിഞ്ഞു വരുന്ന ഒരു തോട്ടം കണ്ടെത്തി. അപ്പോൾ ഇതാണ് തേർഡ് പോയിന്റ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ ഫോർത്ത് പോയിന്റ് എന്താ? തോട്ടം മനോഹരമായ പൂക്കൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അപ്പോൾ ഇതും ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്.
അപ്പം നമുക്കിത് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. തോട്ടം എന്ന് വെച്ചാൽ എന്താ? ഗാർഡൻ. മനോഹരമായ, ബ്യൂട്ടിഫുൾ. പൂക്കൾ, ഫ്ലവേഴ്സ്. നിറഞ്ഞിരിക്കുക, അതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് എന്താ? ഫുൾ ഓഫ്. അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ദ ഗാർഡൻ, തോട്ടം. ദ ഗാർഡൻ വാസ്. ഇവിടെ എന്താ വാസ് വന്നത്? കാര്യം ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആയതുകൊണ്ടാണ് വാസ് വന്നത്. ദ ഗാർഡൻ വാസ് ഫുൾ. നിറഞ്ഞിരിക്കുകയാണ് ഫുൾ. ഗാർഡൻ വാസ് ഫുൾ ഓഫ് എന്താ? മനോഹരമായ, ബ്യൂട്ടിഫുൾ. മനോഹരമായ പൂക്കൾ. പൂക്കൾ എന്ന് വെച്ചാൽ ഫ്ലവേഴ്സ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് പറയാം? ദ ഗാർഡൻ വാസ് ഫുൾ ഓഫ് ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ്. തോട്ടം മനോഹരമായ പൂക്കൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വാസ് വന്ന് എന്താ? ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആയതുകൊണ്ട് ദ ഗാർഡൻ വാസ്, ഇവിടെ വാസ് വന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് എന്താ? അന്ന പൂക്കളെ നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ ഇതും ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതാം? പൂക്കൾ. പൂക്കൾ എന്ന് വെച്ചാൽ ഫ്ലവേഴ്സ്. അപ്പോൾ നോക്കുകയുടെ ഇംഗ്ലീഷ് വേർഡ് എന്താ? ലുക്ക്. അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. അന്ന വാസ്. ഇവിടെ എന്താ വാസ് വന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അന്ന പൂക്കളെ നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ അന്ന വാസ് ലുക്കിംഗ്. അപ്പോൾ ഇവിടെ നോക്കിക്കൊണ്ടിരുന്നു. നോക്കുകയുടെ ഇംഗ്ലീഷ് വേണം എന്താ? ലുക്ക്. അപ്പോൾ ഇവിടെ ING വന്നു, ING ഫോം. അന്ന വാസ് ലുക്കിംഗ് അറ്റ് ദ ഫ്ലവേഴ്സ്. പൂക്കൾ. ഫ്ലവേഴ്സ് എന്ന് വെച്ചാൽ പൂക്കൾ. അപ്പം എന്താ? അന്ന വാസ് ലുക്കിംഗ് അറ്റ് ദ ഫ്ലവേഴ്സ്. അന്ന പൂക്കളെ നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ ഇതാണ് 5th പോയിന്റ്. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ 6th പോയിന്റ് എന്താ? ഇത്തരത്തിലുള്ള ഒരു തോട്ടം അവൾ മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതും ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു തോട്ടം, സച്ച് എ ഗാർഡൻ നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റും. അവൾ മുമ്പ് ഒരിക്കലും, ഷീ ഹാഡ് നെവർ. കണ്ടിട്ടില്ലയുടെ ഇംഗ്ലീഷ് വേർഡ് എന്താ? സീൻ. ഷീ ഹാഡ് നെവർ സീൻ. അവൾ മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഞാൻ പറഞ്ഞതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഷീ ഹാഡ്. അപ്പോൾ ഇവിടെ എന്താ ഹാഡ് വന്നത്? കാര്യം ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്, അതുകൊണ്ടാണ് ഹാഡ് ഇവിടെ യൂസ് ചെയ്തത്. ഷീ ഹാഡ് നെവർ സീൻ. നെവർ സീൻ സച്ച് എ ഗാർഡൻ. ഇത്തരത്തിലുള്ള ഒരു പൂന്തോട്ടം. അപ്പോൾ നമ്മൾ ഷീ ഹാഡ് നെവർ സീൻ സച്ച് എ ഗാർഡൻ എഴുതി. എപ്പോഴാണ് കണ്ടിട്ടില്ലാത്ത? ബിഫോർ, മുൻപ്. ഇത്തരത്തിലുള്ളൊരു തോട്ടം നമ്മൾ മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ലായിരുന്നു. ഷീ ഹാഡ് നെവർ സീൻ സച്ച് എ ഗാർഡൻ ബിഫോർ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് എന്താ? പെട്ടെന്ന് ഒരു ചെറിയ പക്ഷി എത്തി. അപ്പോൾ ഇതും ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. പെട്ടെന്ന് വെച്ചാൽ എന്താ? സഡൻലി. ഒരു ചെറിയ പക്ഷി, സ്മോൾ, സ്മോൾ. പക്ഷി എന്ന് വെച്ചാൽ ബേർഡ്. എത്തുക, അറൈവ്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഈ സെൻറ്റൻസ് എഴുതാമെന്ന് നോക്കാം. പെട്ടെന്ന്, സഡൻലി. ഒരു ചെറിയ, സ്മാൾ. പക്ഷി എന്ന് വെച്ചാൽ എന്താ? ബേർഡ്. സഡൻലി സ്മാൾ ബേർഡ്. എത്തുക, അറൈവ്. ഇവിടെ എത്തിയെന്നാണ്. അപ്പോൾ ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമ്മളിവിടെ അറൈവ്ഡ് എന്ന് എഴുതി. അപ്പം എന്താ? സഡൻലി സ്മാൾ ബേർഡ് അറൈവ്ഡ്. പെട്ടെന്ന് ഒരു ചെറിയ പക്ഷി എത്തി. ഇതാണ് 7th പോയിന്റ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം.
അപ്പോൾ 8 പോയിൻ്റ് എന്താ? ഇപ്പോൾ ആ പക്ഷി ഒരു മധുരഗാനം പാടുകയാണ്. അപ്പോൾ ഇതാണ് 8 പോയിൻ്റ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം നടക്കുന്ന കാര്യം. അപ്പോൾ ഇതൊരു പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. നമുക്കിത് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. അപ്പോൾ ഇപ്പോൾ എന്ന് വെച്ചാൽ നൗ. ആ പക്ഷി, ദാറ്റ് ബേർഡ്, ഒരു മധുരഗാനം പാടുകയാണ്. അപ്പോൾ മധുരഗാനം. ഗാനം എന്ന് വെച്ചാൽ എന്താ? സോങ്. പാടുകയുടെ ഇംഗ്ലീഷ് വേർഡ് എന്താ? സിങ്. അപ്പം നമുക്കിത് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഇപ്പോൾ ആ പക്ഷി, ദാറ്റ് ബേർഡ്. Now that bird is singing. എന്ന് വെച്ചാൽ എന്താ? പാടുക. സിംഗിങ് എ മധുരഗാനം. സിംഗിങ് എ സ്വീറ്റ് സോങ്. അപ്പോൾ എന്താ? ഇപ്പോൾ ആ പക്ഷി ഒരു മധുരഗാനം പാടുകയാണ്. Now that bird is singing a sweet song. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, ദാറ്റ് ബേർഡ് ഈസ് സിംഗിങ് എ സ്വീറ്റ് സോങ് നൗ. അപ്പം ഞാനിവിടെ നൗ ആദ്യം യൂസ് ചെയ്തു. പിന്നെ ഇതെന്ന് എപ്പോഴും ഓർത്തിരിക്കും, ഇതൊരു പ്രസൻറ്റ് സെൻറ്റൻസ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ നൗ ദാറ്റ് ബേർഡ് ഈസ് സിംഗിങ് ING ഫോം വന്നു, സിംഗിങ് എ സ്വീറ്റ് സോങ്. അപ്പം എങ്ങനെയാണ് നെക്സ്റ്റ് പോയിന്റ് നമുക്ക് പഠിക്കാം. അപ്പം 9 പോയിന്റ്, അന്ന പാട്ട് ശ്രദ്ധയോടെ കേൾക്കുകയാണ്. അപ്പം നമുക്കിത് എങ്ങനെ എഴുതാം? ഇത് ഒരു പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ പാട്ടെന്ന് പറഞ്ഞാൽ സോങ്, ശ്രദ്ധ കെയർഫുൾ, കേൾക്കുക എന്ന് വെച്ചാൽ എന്താ? ലിസൺ. അപ്പം എങ്ങനെ ഈ പ്രസൻറ്റ് ടെൻസ് ആക്കിയിട്ട് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. Anna is listening. Anna is listening to. Listening എന്ന് വെച്ചാൽ എന്താ? കേൾക്കുക. Listening to the song. Anna is listening to the song. ശ്രദ്ധയോടെ, കെയർഫുള്ളി. നിങ്ങൾക്ക് കാണുന്നില്ല എന്ന് തോന്നുന്നു. അപ്പം എങ്ങനെ? അന്ന പാട്ട് ശ്രദ്ധയോടെ കേൾക്കുകയാണ്. അന്ന ഈസ് ലിസ്ണിംഗ് ടു ദ സോങ് കെയർഫുള്ളി. എന്ന് വെച്ചാൽ എന്താ? ശ്രദ്ധയോടെ. ലിസൺ എന്ന് വെച്ചാൽ കേൾക്കുക. അപ്പം ഇവിടെ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു പ്രസൻറ്റ് ടെൻസ് ആയതുകൊണ്ട് ഇവിടെ ING ഫോം വന്നു. അപ്പം അന്ന ഈസ് ലിസ്ണിംഗ് ടു ദ സോങ് കെയർഫുള്ളി. അന്ന പാട്ട് ശ്രദ്ധയോടെ കേൾക്കുകയാണ്. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് നോക്കാം. അപ്പോൾ 10 പോയിന്റ് എന്താ? അവൾക്ക് വളരെ സന്തോഷം തോന്നി. അപ്പോൾ ഇത് ഒരു പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ അവൾ, വളരെ, വെരി, സന്തോഷം, ഹാപ്പി. തോന്നി എന്ന് വെച്ചാൽ എന്താ? ഫീൽ. അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതാം? അപ്പോൾ അവൾക്ക് വളരെ സന്തോഷം തോന്നി. ഇത് പ്രസൻറ്റ് ടെൻസ് ആയതുകൊണ്ടെന്ന് ഷീ ഫീൽസ് വന്നത്. ഷീ ഫീൽസ് വെരി ഹാപ്പി. വളരെ ഹാപ്പി. വെരി സന്തോഷം, ഹാപ്പി. അപ്പം എങ്ങനെയാ? അവൾക്ക് വളരെ സന്തോഷം തോന്നി. ഷീ ഫീൽസ് വെരി ഹാപ്പി. അപ്പോൾ ഇതാണ് നമ്മുടെ 10 പോയിന്റ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പം നമുക്ക് 11 പോയിന്റ് പഠിക്കാം. അന്ന ഒരു അതിമനോഹരമായ സ്ഥലം കണ്ടെത്തി. അപ്പം ഇതും ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. കാര്യം കണ്ടെത്തി. അപ്പോൾ കഴിഞ്ഞ് പോയ ഒരു കാര്യത്തിനെ പറ്റി പറയുകയാണ്. കണ്ടെത്തി. അപ്പോൾ എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഒരു അതിമനോഹരമായ, എ വണ്ടർഫുൾ. സ്ഥലം എന്ന് വെച്ചാൽ എന്താ? പ്ലേസ്. അപ്പോൾ അതിമനോഹരമായ, വണ്ടർഫുൾ. അപ്പോൾ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ എന്താ? ഇംഗ്ലീഷ് വേർഡ് ഡിസ്കവർ. അപ്പോൾ നമുക്കിത് എങ്ങനെ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസിൽ എഴുതാമെന്ന് നോക്കാം. അന്ന അതിമനോഹരമായ
സ്ഥലം കണ്ടെത്തി എന്നല്ലേ പറയണേ. അപ്പം അണ്ണ കണ്ടെത്തുക, ഡിസ്കവർ. അപ്പോൾ ഇവിടെ കണ്ടെത്തി, അപ്പോൾ ഇത് പാസ്റ്റ് ടെൻസ് ആയ. കണ്ടെത്തി എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസ് അല്ലേ. അപ്പോൾ നമ്മളിവിടെ ഡിസ്കവറിൻ്റെ കൂടെ നമ്മൾ ഡിസ്കവറിനെ പാസ്റ്റ് ഫോമിൽ എഴുതണം, ഡിസ്കവേർഡ്. അപ്പോൾ നമ്മൾ ഡി ഇവിടെ ഡിസ്കവേർഡിനായി. അപ്പോൾ അണ്ണ ഡിസ്കവേർഡ്. ഇനി എങ്ങനെയാണ് നമുക്ക് എഴുതേണ്ടത്? എ വണ്ടർഫുൾ, ഒരു അതിമനോഹരമായ. എ വണ്ടർഫുൾ എന്താ കണ്ടെത്തിയത്? എ വണ്ടർഫുൾ പ്ലേസ്, സ്ഥലം. സ്ഥലത്തിന് നമ്മൾ പ്ലേസ് എന്ന് പറയും. അപ്പം എങ്ങനെയാ? അന്ന ഡിസ്കവേർഡ് എ വണ്ടർഫുൾ പ്ലേസ്. അന്ന ഒരു അതിമനോഹരമായ സ്ഥലം കണ്ടെത്തി. അപ്പോൾ ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം നമുക്ക് അടുത്ത പോയിന്റ് പഠിക്കാം. അപ്പോൾ 12th പോയിന്റ്, അവൾ പൂക്കളുടെ പല ചിത്രങ്ങളും എടുത്തു. അപ്പോൾ ഇതും ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം നമുക്കിതെങ്ങനെ എഴുതാം? അവൾ എന്ന് വെച്ചാൽ ഷീ, പൂക്കൾ ഫ്ലവേഴ്സ്, പല ചിത്രങ്ങൾ, പല എന്ന് പറഞ്ഞാൽ എന്താ? മെനി. ചിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ പിക്ചേഴ്സ്. എടുക്കുക എന്ന് പറഞ്ഞാൽ ടേക്ക്. അപ്പം ഇതിൻ്റെ പാസ്റ്റ് ഫോമിലാക്കിയിട്ട് നമുക്ക് എഴുതാം. അവൾ പൂക്കളുടെ പല ചിത്രങ്ങളും എടുത്തു. ഷീ. അപ്പം എടുക്കുകയുടെ ഇംഗ്ലീഷ് വേർഡ് എന്താ? എടുത്തു, പിക്ചർ എടുത്തു, ടേക്ക്. അപ്പോൾ ടേക്കിൻ്റെ പാസ്റ്റ് ഫോം എഴുതണം നമുക്ക്. ടേക്കിൻ്റെ പാസ്റ്റ് ഫോം ടുക്ക്. അവൾ പൂക്കളുടെ പല ചിത്രങ്ങളും എടുത്തു. അപ്പോൾ ഷീ ടുക്ക് പലതെന്ന് പറഞ്ഞാൽ എന്താ? മെനി. ഷീ ടുക്ക് മെനി. പിന്നെ മെനി ചിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? പിക്ചേഴ്സ്. ഷീ ടുക്ക് മെനി പിക്ചേഴ്സ്. എന്തിൻ്റെ അടുത്തത്? പിക്ചേഴ്സ് ഓഫ് ദ. ഷീ ടുക്ക് മെനി പിക്ചേഴ്സ് ഓഫ് ദ പൂക്കൾ എന്ന് പറഞ്ഞാൽ ഫ്ലവേഴ്സ്. ഇവിടെ ഒരു പൂവല്ല, പൂക്കൾ. അപ്പം അതുകൊണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പൂവാണെങ്കിൽ ഫ്ലവർ. ഇപ്പോൾ പൂക്കൾ, കുറേ പൂക്കൾ വന്നുകൊണ്ടാണ് നമ്മളിവിടെ ഫ്ലവേഴ്സ് എഴുതുന്നത്, ഫ്ലവേഴ്സ്. അപ്പോൾ എങ്ങനെയാ? ഷീ ടുക്ക് മെനി പിക്ചേഴ്സ് ഓഫ് ദ ഫ്ലവേഴ്സ്. ഷീ ടുക്ക് മെനി പിക്ചേഴ്സ് ഓഫ് ദ ഫ്ലവേഴ്സ്. അവൾ പൂക്കളുടെ പല ചിത്രങ്ങളും എടുത്തു. അപ്പോൾ ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായാലോ, ഇതിനെ പാസ്റ്റ് ടെൻസ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ടേക്കിനെ ടുക്കാക്കി. അപ്പോൾ അവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ 13th പോയിന്റ് പഠിക്കാം. പിന്നീട് അവൾ ഒരു വലിയ മരത്തിൻ്റെ കീഴിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഇതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. അപ്പം പിന്നീട് എന്ന് വെച്ചാൽ എന്താ? ലേറ്റർ. അവൾ ഷീ. ഒരു വലിയ മരം, എ ബിഗ് ട്രീ. വലിയെന്ന് പറഞ്ഞാൽ എന്താ? ബിഗ്. മരം, ട്രീ. കീഴിൽ എന്ന് വെച്ചാൽ എന്താ? അണ്ടർ. പക്ഷെ മരത്തിൻ്റെ കീഴിൽ, വലിയ മരത്തിൻ്റെ കീഴിൽ. അപ്പം ഇരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? സിറ്റ്. അപ്പോൾ ഇതിനെ നമുക്ക്, ഞാൻ പറഞ്ഞതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. പിന്നീട് അവൾ ഒരു വലിയ മരത്തിൻ്റെ കീഴിൽ ഇരിക്കുകയാണ്. അപ്പം എന്താ? ലേറ്റർ. പിന്നീട് എന്ന് വെച്ചാൽ ലേറ്റർ ഷീ. അവൾ. ലേറ്റർ ഷീ ഈസ് സിറ്റിംഗ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ലേറ്റർ ഷീ ഈസ് സിറ്റിംഗ്. ING ഫോം, സിറ്റിൻ്റെ കൂടെ ING ഫോം നമ്മൾ ചേർത്ത്. സിറ്റിംഗ്. എവിടെ ഇരിക്കുന്നത്? അണ്ടർ ഒരു വലിയ മരത്തിൻ്റെ കീഴിൽ, ബിഗ് ട്രീ. അപ്പോൾ എങ്ങനെ നമുക്ക് പറയാം? ലേറ്റർ ഷീ ഈസ് സിറ്റിംഗ് അണ്ടർ എ ബിഗ് ട്രീ. പിന്നീട് അവൾ ഒരു വലിയ മരത്തിൻ്റെ കീഴിൽ ഇരിക്കുകയാണ്. ലേറ്റർ ഷീ ഈസ് സിറ്റിംഗ് അണ്ടർ എ ബിഗ് ട്രീ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായാലും ഇതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് സെൻറ്റൻസ് ആയതുകൊണ്ടാണ് ഈസ് പ്ലസ് ING ഫോം വന്നത്. ഞാനിവിടെ അണ്ടർലൈൻ ചെയ്തേക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈസ് പ്ലസ് ING ഫോം വന്നത്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ 14th പോയിന്റ്,
അപ്പം നമുക്ക് 14th പോയിന്റ് പഠിക്കാം. കാറ്റ് മൃദുവായി വീശിക്കൊണ്ടിരുന്നു. അപ്പോൾ ഇവിടെ കാറ്റ്, ഇത് ഒരു പാസ്റ്റ് കണ്ടിന്യൂസ് സെൻറ്റൻസ് ആണ്. കാര്യം പഴയ ഒരു കാര്യമാണ്, പക്ഷേ അത് വീശിക്കൊണ്ടിരുന്നു. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നൊരു കാര്യമാണ്. അപ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ ഇവിടെ കാറ്റെന്ന് വെച്ചാൽ എന്താ? വിൻഡ്. മൃദുവായി സോഫ്റ്റ്. വീശുക എന്ന് വെച്ചാൽ എന്താ? ബ്ലോ. അപ്പോൾ ഇതിനെ നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് സെൻറ്റൻസിൽ എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ദ വിൻഡ് വാസ് ബ്ലോയിങ്. അപ്പോൾ ഇവിടെ വാസ് ബ്ലോയിങ് വന്നു. അപ്പോൾ വാസ് പ്ലസ് ING ഫോം. അപ്പോൾ എന്താ ഇത്? ഞാൻ പറഞ്ഞില്ലേ, ഒരു പാസ്റ്റ് കണ്ടിന്യൂസ് സെൻറ്റൻസ് ആണ്. അപ്പം ഇതൊരു പഴയ കാര്യമാണ്, പക്ഷെ അവിടെ വീശിക്കൊണ്ടിരുന്നു. അപ്പോൾ അവിടെ അത് കണ്ടിന്യൂ ആവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ദ വിൻഡ് വാസ് ബ്ലോയിങ് എങ്ങനെയാണ്? മൃദുവായി. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതേണ്ടത്? സോഫ്റ്റ്ലി. ദ വിൻഡ് വാസ് ബ്ലോയിങ് സോഫ്റ്റ്ലി. അപ്പോൾ ഇതാണ് 14th പോയിന്റ്. നമുക്ക് ഇനി അടുത്ത പോയിന്റ് പഠിക്കാം. അപ്പോൾ 15th പോയിന്റ് നമുക്ക് പഠിക്കാം. അന്ന നാളെ വീണ്ടും ഈ തോട്ടം സന്ദർശിക്കും. അപ്പോൾ ഇതൊരു ഫ്യൂച്ചർ ടെൻസ് സെൻറ്റൻസ് ആണ്. കാര്യം നാളെ സന്ദർശിക്കുന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു ഫ്യൂച്ചർ ടെൻസ് ആണ്. അപ്പോൾ നമുക്കിതെങ്ങനെ എഴുതാം? അന്ന നാളെ. നാളെ എന്ന് വെച്ചാൽ ടുമോറോ. വീണ്ടും ഇംഗ്ലീഷ് വേർഡ് എന്താ? എഗെയിൻ. ഈ തോട്ടം എന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ ദിസ് തോട്ടം ഗാർഡൻ. ഈ തോട്ടം ദിസ് ഗാർഡൻ. സന്ദർശിക്കയുടെ ഇംഗ്ലീഷ് വേർഡ് എന്താ? വിസിറ്റ്. അപ്പം നമുക്ക് ഇത് എഴുതാം. എങ്ങനെ എഴുതേണ്ടതെന്ന് നോക്കാം. അന്ന വിൽ വിസിറ്റ് ദിസ് ഗാർഡൻ. വീണ്ടും എന്ന് വെച്ചാൽ എഗെയിൻ. അന്ന വിൽ വിസിറ്റ് ദിസ് ഗാർഡൻ എഗെയിൻ ടുമോറോ. വീണ്ടും നാളെ സന്ദർശിക്കും അന്ന, അങ്ങനെയാണ് പറയണത്. എനിക്ക് ഫുള്ള് കാണുന്നില്ലെന്ന് തോന്നുന്നു. അന്ന വിൽ വിസിറ്റ് ദിസ് ഗാർഡൻ എഗെയിൻ ടുമോറോ. അന്ന നാളെ വീണ്ടും ഈ തോട്ടം സന്ദർശിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ 15th പോയിന്റ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് നോക്കാം. അപ്പോൾ നമുക്ക് 16th പോയിന്റ് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. അടുത്ത തവണ അവൾ അവളുടെ സുഹൃത്തുക്കളെയും കൊണ്ടുവരും. അപ്പം ഇതും ഒരു ഫ്യൂച്ചർ ടെൻസ് സെൻറ്റൻസ് ആണ്. അടുത്ത തവണ കൊണ്ടുവരും. ഇത് രണ്ടും നമുക്ക് കേൾക്കുമ്പോഴേ അറിയാം ഇതൊരു ഫ്യൂച്ചർ ടെൻസ് സെൻറ്റൻസ് ആണെന്ന്. അപ്പോൾ ഇതെങ്ങനെ എഴുതാം? അടുത്ത തവണ എന്ന് പറഞ്ഞാൽ എന്താ? ഇംഗ്ലീഷ് വേർഡ് നെക്സ്റ്റ് ടൈം. അവൾ അവളുടെ എന്ന് പറഞ്ഞാൽ ഷീ വിൽ ബ്രിങ് ഹർ അവളുടെ സുഹൃത്തുക്കൾ എന്ന് വെച്ചാൽ എന്താ? ഫ്രണ്ട്സ്. കൊണ്ടുവരും. ഷീ വിൽ ബ്രിങ്. നമുക്കിവിടെ ഇത് കൊണ്ടുവരും എന്നായതുകൊണ്ട് നമുക്ക് വില്ല് യൂസ് ചെയ്തിട്ട് എഴുതണം. കാര്യം ഫ്യൂച്ചർ ടെൻസ് ആയതുകൊണ്ട്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഷീ വിൽ. ഇവിടെ എങ്ങനെയാണ്? ഫ്യൂച്ചർ ടെൻസ് ആയതുകൊണ്ട് ഇവിടെ വില്ല് വന്നു. ഷീ വിൽ ബ്രിങ് ഹർ ഫ്രണ്ട്സ്. സുഹൃത്തുക്കൾ. ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ എന്താ? സുഹൃത്തുക്കൾ. ഫ്രണ്ട്സ് നെക്സ്റ്റ് ടൈം, അടുത്ത തവണ. അപ്പം നമുക്ക് ഇതെങ്ങനെ വായിക്കാം? ഷീ വിൽ ബ്രിങ് ഹർ ഫ്രണ്ട്സ് നെക്സ്റ്റ് ടൈം. അടുത്ത തവണ അവൾ അവളുടെ സുഹൃത്തുക്കളെയും കൊണ്ടുവരും. അപ്പം ഇത് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു നിങ്ങൾക്ക്. ഇതൊരു ഫ്യൂച്ചർ ടെൻസ് സെൻറ്റൻസ് ആണ്. ഈ സെൻറ്റൻസ് കേൾക്കുമ്പോഴേ നമുക്കറിയാം അടുത്ത തവണ എന്ന് പറയുന്നതും പിന്നെ കൊണ്ടുവരുമെന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം ഫ്യൂച്ചർ ടെൻസ് സെൻറ്റൻസ് ആണെന്ന്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് എഴുതണം. ഷീ വിൽ ബ്രിങ് ഹർ ഫ്രണ്ട്സ് നെക്സ്റ്റ് ടൈം. നമുക്ക് അടുത്ത പോയിന്റ് പഠിക്കാം. അപ്പോൾ 17. അപ്പം നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. അവർ തോട്ടത്തിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുന്നു. അപ്പോൾ ഇതൊരു പ്രസൻറ്റ് ടെൻസ് ആണ്. ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. അപ്പം നമുക്കിത് എങ്ങനെ കൺവേർട്ട് ചെയ്ത് എഴുതാമെന്ന് നോക്കാം. അവർ എന്ന് വെച്ചാൽ ദേ. തോട്ടം ഗാർഡൻ. സൗന്ദര്യം എന്താ? സൗന്ദര്യം ബ്യൂട്ടി. ആസ്വദിക്കയുടെ ഇംഗ്ലീഷ് വേർഡ് എന്താ? എൻജോയ്. അപ്പം നമുക്ക് എങ്ങനെ ഇതിനെ എഴുതാമെന്ന് നോക്കാം. ദേ. അവർ എന്ന് വെച്ചാൽ ദേ എൻജോയ്. ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഇത് ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. അപ്പം ദേ എൻജോയ് ദ ബ്യൂട്ടി എന്ന് വെച്ചാൽ എന്താ? സൗന്ദര്യം.
ദേ എൻജോയ് ദ ബ്യൂട്ടി. അപ്പം ഇതൊരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആയതുകൊണ്ട് നമ്മൾ ആ ഒരു ഫോമിലാണ് കൺവേർട്ട് ചെയ്ത് എഴുതുന്നത്. ദേ എൻജോയ് ദ ബ്യൂട്ടി ഓഫ് ദ ഗാർഡൻ. അപ്പം അവർ തോട്ടത്തിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുന്നു. ദേ എൻജോയ് ദ ബ്യൂട്ടി ഓഫ് ദ ഗാർഡൻ. അപ്പം ഞാൻ പറഞ്ഞില്ല ഇതൊരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് ആയതുകൊണ്ടാണ് ദേ എൻജോയ് ദ ബ്യൂട്ടി ഓഫ് ദ ഗാർഡൻ എന്ന് വന്നത്. ഇപ്പോൾ ഇതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് സെൻറ്റൻസിലായിരുന്നെങ്കിൽ നമുക്കിത് പറയാമായിരുന്നു ദേ ആർ എൻജോയിങ് ദ ബ്യൂട്ടി ഓഫ് ദ ഗാർഡൻ. കാര്യം അത് ഒരു കണ്ടിന്യൂ ചെയ്യുന്ന കാര്യമാണ്. പ്രസൻറ്റ് കണ്ടിന്യൂസ്, ദേ ആർ എൻജോയിങ് ദ ബ്യൂട്ടി ഓഫ് ദ ഗാർഡൻ. ഇപ്പം ഇത് ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതുന്നത് ദേ എൻജോയ് ദ ബ്യൂട്ടി ഓഫ് ദ ഗാർഡൻ. അപ്പം അതിൻ്റെ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഈ ഓരോ ടെൻസും വെച്ചിട്ട് ഒരു കുറച്ച് ദിവസത്തിനുള്ളിൽ അതിൻ്റെ ഒരു ടോപ്പിക് എടുക്കാം. ഓരോ ടെൻസും അതിൻ്റെ എക്സാമ്പിൾ വെച്ചിട്ട് അപ്പോൾ നമുക്കിപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അന്ന ഇപ്പോൾ ആ തോട്ടത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ്. അപ്പോൾ ഇതൊരു പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. നമുക്ക് കേൾക്കുമ്പോഴേ മനസ്സിലാവുമല്ലോ. അന്ന ഇപ്പോൾ ആ തോട്ടത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതാം? ഇപ്പോൾ എന്ന് വെച്ചാൽ നൗ. ആ തോട്ടം, തോട്ടം എന്ന് വെച്ചാൽ എന്താ? ഗാർഡൻ. അപ്പോൾ ആ തോട്ടം, ആ തോട്ടം എന്ന് വെച്ചാൽ ദാറ്റ് ഗാർഡൻ. ചിന്തിക്കുക, ചിന്തിക്കുകയുടെ ഇംഗ്ലീഷ് വേർഡ് എന്താ? തിങ്ക്. അപ്പോൾ അന്ന ഇപ്പോൾ ആ തോട്ടത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ്. എങ്ങനെ എഴുതാമെന്ന് നോക്കാം. അന്ന, അപ്പോൾ ഇതൊരു പ്രസൻറ്റ് ടെൻസ് ആയതുകൊണ്ട് ഈസ് പ്ലസ് ING ഫോം വരും. അപ്പോൾ അന്ന ഈസ് തിങ്കിങ്. അന്ന ഈസ് തിങ്കിങ്. ഇവിടെ ഈസ് പ്ലസ് ING ഫോം വന്നു. അന്ന ഈസ് തിങ്കിങ്. കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? അന്ന ഈസ് തിങ്കിങ്. എന്തിനെ പറ്റി തിങ്ക് ചെയ്യണേ? അന്ന ഈസ് തിങ്കിങ് എബൌട്ട് ആ തോട്ടം. ആ തോട്ടം എന്ന് വെച്ചാൽ ദാറ്റ് ഗാർഡൻ. അന്ന ഈസ് തിങ്കിങ് എബൌട്ട് ദാറ്റ് ഗാർഡൻ. അന്ന എപ്പോഴാണ്? ഇപ്പോൾ. ഇതിൽ എഴുതിയിട്ടുണ്ട് അന്ന ഇപ്പോൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ നൗ എന്ന് എഴുതാം. അപ്പോൾ അന്ന ഈസ് തിങ്കിങ് എബൌട്ട് ദാറ്റ് ഗാർഡൻ നൗ. അന്ന ഇപ്പോൾ ആ തോട്ടത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ്. അപ്പോൾ ഇതൊരു പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം പ്രസൻറ്റ് ടെൻസിൽ പ്രസൻറ്റ് കണ്ടിന്യൂസ് സെൻറ്റൻസ് ആണ്. കാര്യം അന്ന ഇപ്പോൾ ചിന്തിക്കുകയാണ്. ഇപ്പോൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കണ്ടിന്യൂ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇത് അന്ന ഈസ് പ്ലസ് ING ഫോം വന്നത്. അന്ന ഈസ് തിങ്കിങ് അബൌട്ട് ദാറ്റ് ഗാർഡൻ നൗ. അപ്പം നമുക്കിനി നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പം നമുക്ക് 19th പോയിന്റ് പഠിക്കാം. ആ തോട്ടം മായാജാലമുള്ളതാണെന്ന് അവൾ വിശ്വസിക്കുന്നു. അപ്പം ഇതൊരു പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം ആ തോട്ടം, ദാറ്റ് ഗാർഡൻ, മായാജാലം എന്ന് വെച്ചാൽ മാജിക്, അവൾ ഷീ, വിശ്വസിക്കുക ബിലീവ്. അപ്പം നമുക്കിതിനെ എങ്ങനെ ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ എഴുതാമെന്ന് നോക്കാം. ഷീ ബിലീവ്സ് ദാറ്റ് ഗാർഡൻ ഈസ് മാജിക്കൽ. ഷീ ബിലീവ്സ് ദാറ്റ് ഗാർഡൻ ഈസ് മാജിക്കൽ. അപ്പം നമ്മൾ ഇത് ഞാൻ പറഞ്ഞു ഇതൊരു പ്രസൻറ്റ് ടെൻസിലൊരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. അപ്പം നമുക്കിവിടെ ഈ ബിലീവ്സ്, നമ്മളിവിടെ എന്താ പറഞ്ഞത്? വിശ്വസിക്കുക, ബിലീവ്. വിശ്വസിക്കുക ഇംഗ്ലീഷ് വേർഡ് ബിലീവ്. അപ്പം നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ എഴുതിയപ്പോൾ അത് ബിലീവ്സ് ആയി. ഷീ ബിലീവ്സ് ദാറ്റ് ഗാർഡൻ ഈസ് മാജിക്കൽ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് നമുക്ക് ലാസ്റ്റ് പോയിന്റ് ആണ്. ടോട്ടൽ 20 പോയിന്റ്സ് ആയിരുന്നു ഈ കഥ. ഇതിൻ്റെ കഥയുടെ പേര് ചിലപ്പോൾ നിങ്ങൾ മറന്നായി കാണും. ദ മിസ്റ്റീരിയസ് ഗാർഡൻ എന്നാണ് ഈ കഥയുടെ പേര്. ലാസ്റ്റ് പോയിന്റ് പഠിക്കാം നമുക്ക്. അപ്പം നമ്മുടെ ലാസ്റ്റ് പോയിന്റ് എന്താ? ആ തോട്ടം അവളുടെ ഇഷ്ടപ്പെട്ട സ്ഥലമായി മാറി. അപ്പോൾ ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതാം? ആ തോട്ടം, ദാറ്റ് ഗാർഡൻ, അവളുടെ, ഹെർ, ഇഷ്ടപ്പെട്ട, ഫേവററ്റ്, സ്ഥലം, പ്ലേസ്, ഫേവററ്റ് പ്ലേസ്. അപ്പോൾ എന്താ? ആ തോട്ടം അവളുടെ ഇഷ്ടപ്പെട്ട സ്ഥലമായി മാറി. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണെന്ന്. നമുക്കിത് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ആ തോട്ടം, ദാറ്റ് ഗാർഡൻ, ദാറ്റ് ഗാർഡൻ ഇവിടെ ബിക്കം വെച്ചാൽ ഇഷ്ടപ്പെട്ട സ്ഥലമായി മാറി. അപ്പോൾ അതിൻ്റെ നമ്മൾ അവനെ ഇംഗ്ലീഷിൽ എഴുതും ബിക്കം. അതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് എന്ന് വെച്ചാൽ ബിക്കം ആണ്. അപ്പം നമ്മളിവിടെ പാസ്റ്റ് ടെൻസ് ഫോമിൽ എഴുതുന്നതുകൊണ്ട് ഇവിടെ ബിക്കമിനെ നമ്മൾ ബിക്കെയിം ആക്കുന്നു. ദാറ്റ് ഗാർഡൻ ബിക്കെയിം. മനസ്സിലായി കാണല്ലോ. അപ്പം ബിക്കമിൻ്റെ പ്രസൻറ്റ് ഫോമാണ് ബിക്കം. അപ്പം നമ്മളതിൻ്റെ പാസ്റ്റ് ഫോമാണ് എഴുതിയത്.
became. That garden became her favorite place. പ്ലേസ് വെച്ചാൽ എന്താ? സ്ഥലം. അപ്പം ഞാനിവിടെ അണ്ടർലൈൻ ചെയ്യാം. ബിക്കെയിം. ബിക്കമിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ബിക്കെയിം. ബിക്കം പാസ്റ്റ് ഫോമിൽ എഴുതുമ്പോൾ അത് ബിക്കെയിം ആവും. അപ്പം ഇത് ഞാൻ റബ്ബ് ചെയ്യുവാണേ. അപ്പം എങ്ങനെയാണ്? ദാറ്റ് ഗാർഡൻ ബിക്കെയിം ഹെർ ഫേവറേറ്റ് പ്ലേസ്. ആ തോട്ടം അവളുടെ ഇഷ്ടപ്പെട്ട സ്ഥലമായി മാറി. ഇതാണ് ലാസ്റ്റ് പോയിന്റ്. അപ്പോൾ നമ്മുടെ കഥയുടെ പേര് ഇപ്പം നമ്മൾ ഓർത്ത് വെച്ചേക്കണം. അപ്പം ഇത് മനസ്സിലായല്ലോ. ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആയതുകൊണ്ടാണ് ബിക്കമിൻ്റെ പാസ്റ്റ് ഫോം നമ്മൾ ബിക്കെയിം എഴുതിയത്. അപ്പം ഈ കഥ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ കഥയുടെ പേരെന്താ? ദ മിസ്റ്റീരിയസ് ഗാർഡൻ. മിസ്റ്റീരിയസ് എന്ന് വെച്ചാൽ എന്താ? ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു, ദുരൂഹമുള്ള, ദുരൂഹതയായ, അതാണ് മിസ്റ്റീരിയസ് ഗാർഡൻ, പൂന്തോട്ടം. അപ്പോൾ ഇത് ടോട്ടൽ ഒരു 20 പോയിൻറ്റ്സ് ഉണ്ട്. പോയിൻറ്റ് വൈസ് ആയിട്ടാണ് എഴുതിയത്. കാര്യം അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. പിന്നെ ഓരോ പോയിൻറ്റും ചില പോയിൻറ്റ്സൊക്കെ പ്രസൻറ്റ് ടെൻസ് ആണ്, ചിലത് ഫ്യൂച്ചർ ടെൻസ് ആണ്, ചിലത് പാസ്റ്റ് ടെൻസ് ആണ്. അപ്പം അങ്ങനെ മിക്സ്ഡ് അപ്പായിട്ട് എഴുതിയ കുറച്ച് 20 പോയിൻറ്റ്സ് ആണ്. അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്.